ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, നാം ഇന്ന് ധ്യാനിക്കുന്നത് ഒരു ഒറ്റവാക്യ പ്രാർത്ഥനയാണ്. നമുക്കറിയാവുന്ന യേശു നാമ ജപം. യേശുനാമ ജപ പ്രാർത്ഥന നാം എല്ലാവരും ചൊല്ലാറുണ്ട് എങ്കിലും പലപ്പോഴും അതിൻ്റെ ആഴവും അർത്ഥവും ഫലവും നാം മനസ്സിലാക്കാതെ പോകുന്നു. ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാന വേരുകൾ ബൈബിളിലും ആദ്യകാല സഭയുടെ പ്രാർത്ഥനാ പാരമ്പര്യത്തിലും ഉള്ളതാണ്. 3-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈജിപ്തിലും സിറിയയിലും ജീവിച്ച മരുഭൂമിയിലെ പിതാക്കന്മാരാണ് ആദ്യമായി ഈ പ്രാർത്ഥന ഉപയോഗിച്ചു വന്നിരുന്നത്. അവർ ഈ പ്രാർത്ഥന ഉപയോഗിക്കാൻ കാരണം വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനമായിരുന്നു. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഈ വചനത്തെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നിരന്തരം ചെറിയ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ആത്മീയ പരിശീലനം അവർ ആരംഭിച്ചു. കാലക്രമേണ കത്തോലിക്ക തിരുസഭയിൽ ഒരു മനോഹരമായ പ്രാർത്ഥനയായി ഈ യേശുനാമ ജപ പ്രാർത്ഥന രൂപം പ്രാപിച്ചു. ഈ പ്രാർത്ഥനയിൽ വിശുദ്ധ പത്രോസ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം അടങ്ങിയിരിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനം, കർത്താവായ യേശു ക്രിസ്തുവേ ദൈവപുത്രനെ എന്നുള്ളത്. പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥന സുവിശേഷത്തിൽ അന്ധരും പാപികളും രോഗികളും ഈശോയോട് നിലവിളിച്ച് യാചിച്ച പ്രാർത്ഥനയാണ്. ബൈബിളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന യേശുനാമ ജപം എന്ന പ്രാർത്ഥന നാം എല്ലാവരും ചൊല്ലണമെന്ന് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പ്രാധാന്യത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന വളരെ ലളിതമാണ്. കർത്താവായ യേശു ക്രിസ്തുവേ ദൈവപുത്രനെ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ ദൈവപുത്രനെ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഈ പ്രാർത്ഥന വെറും വാക്കുകളുടെ ആവർത്തനമല്ല, മറിച്ച് ഈശോ മിശിഹായുടെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ അടുപ്പിക്കുന്ന ഒരു വിശ്വാസ വിളിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും നമുക്ക് ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വൈകുന്നേരം കിടക്കാൻ നേരം, അങ്ങനെ എല്ലാ സമയവും നമുക്ക് ഈ യേശുനാമ ജപം ചൊല്ലി നമുക്ക് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ ദൈവപുത്രനെ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഈ പ്രാർത്ഥന നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരെ പഠിപ്പിക്കുകയും ചെയ്യാം, നമുക്കും ചൊല്ലാം. അങ്ങനെ നമുക്ക് ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.